ആകാശവാണി കണ്ണൂർ ഹരിതവീഥി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഹരിതവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, തില്ലങ്കേരി കാഞ്ഞിരാട് എന്ന പ്രദേശത്തെ ശ്രീ എൻ ഷിംജിത്തിന്റെ കാർഷികാനുഭവങ്ങളാണ് ഇന്ന് ഹരിതവീഥിയിൽ. നമസ്കാരം ഷിംജിത്ത്. നമസ്കാരം. ഇവിടെ ഔഷധ സസ്യങ്ങളുടെ ഒരു വിഭാഗം വേറെ, പച്ചക്കറികളുടെ വിഭാഗം വേറെ, വാഴ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ സുലഭമാണ്. അലോവേരയുടെ വലിയൊരു കളക്ഷന് നടുവിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഓരോന്നിനെ പറ്റി ഒന്ന് വിവരിക്കാമോ? പറഞ്ഞുതരാം. കറ്റാർവാഴയിൽ 14 ടൈപ്പ് കറ്റാർവാഴകളാണ് ഇവിടെ ഉള്ളത്. ഇതാണ് ചെങ്കുമരി എന്ന് പറയും, അങ്ങനെ പറയുന്ന ഒരു അലോവേരയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞാൽ ചോര എങ്ങനെ വരുന്നത് അതേപോലെ വരും, ബ്ലഡ് വരുന്ന പോലെ വരും. ഇത് ചില രോഗങ്ങൾക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല, ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ 1 കിലോ ലീഫിന് ഏകദേശം 3000 രൂപയോളം ഇതിന് കിട്ടുന്നുണ്ട്. അല്ല, 1 കിലോന് 1 ലീഫ് 800 ഗ്രാമിന് മുകളിൽ തൂക്കം വരും. 60 കിലോ വരെ വരുന്നുണ്ട് ഒരു പ്ലാന്റ്. ഇതിന്റെ ചെറിയ തൈക്ക് 1000 രൂപ ആ റേറ്റിൽ വരും. ഇതാണ് ആ തൈകള് ഇവിടെ കാണുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത്? എങ്ങനെയാണ് തൈകൾ ഓൺലൈനിൽ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ആവശ്യക്കാർ മേടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അല്ലാതെ ഇല നിങ്ങൾ അങ്ങനെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. എവിടേക്കാണ് ഇത് എന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിൽ തന്നെ കണ്ണൂർ ജില്ലയിൽ നിന്നും പുറത്തുനിന്നുള്ളതായിട്ട് ആൾക്കാർ വരുന്നത്. അല്ലാണ്ട് ബോംബെ, ബാംഗ്ലൂര് അങ്ങനെ ലെവലിലാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര ദിവസം? ഇത് അടത്തിയെടുക്കുക. അടത്തിയെടുത്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ജെല്ല് പോയി പോകും. അതെന്ന് പറഞ്ഞാൽ അടത്തി എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞാല് അത് പിന്നെ 2 ആഴ്ച വരെ കെടുകൂടാണ്ട് വെക്കും. ജില്ലയിലെ ഏറ്റവും വില കൂടിയ കറ്റാർവാഴയാണ് ഇത്. സിന്ദൂര കറ്റാർവാഴ എന്ന് പറയും. സ്വർണത്തിന്റെ അംശമില്ലതാണ്. ചില കഷായങ്ങൾക്ക് ഇതിന്റെ തണ്ടാണ് ചേർക്കുക. ഇതിന്റെ ഒരു തൈക്ക് തന്നെ 2000 രൂപയോളം വില വരുന്നുണ്ട്. അതൊരു വെറൈറ്റി ഒരു ഡോട്ട് ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ, അല്ലെ? അതെ, ഇതാണ് വള്ളിക്കറ്റാർവാഴ എന്ന് പറയും. അല്ല, ഇതും അതുപോലെ തന്നെ നിങ്ങളെല്ലാം അടർത്തിയെടുത്തില്ല. ഇതിന്റെ എന്ന് പറഞ്ഞാൽ തണ്ടുകളാണ് ഉപയോഗിക്കുക. ഇലകൾ ഉപയോഗിക്കൽ കുറവാണ്. ഇതിന്റെ തണ്ടാണ് കഷായത്തിനും ചില ആവശ്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്നത്. ഇതിന്റെ തണ്ട് എന്ന് പറയുന്നത് ഈ അലവേര നിൽക്കുന്ന ഒരു ഇതുണ്ടാവില്ലേ, കുറ്റി, അതാണ് ഉപയോഗിക്കുന്നത്. ഇല ഉപയോഗിക്കുന്നില്ല. ഇല ഉപയോഗിക്കൽ കുറവാണ്. അതിന്റെ സ്വർണത്തിന്റെ അംശം ഉണ്ട് എന്നാ പറയുന്നത്. അതില് ജെല്ലിലല്ല, അതിന്റെ തണ്ടിൽ. അങ്ങനെയാണ് പറയപ്പെടുന്നത്. പിന്നെ ഇതിന്റെ തൈകൾ ഇങ്ങനെ ഓരോരുത്തരും വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നുണ്ട്. ഇതിന്റെ പേരെന്താ പറഞ്ഞത്? സിന്ദൂര കറ്റാർവാഴ എന്ന സ്വർണത്തിന്റെ അംശമില്ലത്. സിന്ദൂര കറ്റാർവാഴ. ഇത് വള്ളിക്കറ്റാർവാഴ. വെള്ളിയായിട്ട് വന്ന അലവരെയാണ് ഇത്. പടർന്നിട്ട് ഇതാണ് ചെന്നി നായകല്ലേ, കാലം പടം മറിഞ്ഞാൽ ഒരു ഗുളിക കിട്ടും, അതിന് ഉപയോഗിക്കുന്ന സാധനമാണ് ഇത്. മുള്ളുണ്ട്, ഒരു ചെറിയ തരത്തിലുള്ള മുള്ളുണ്ട്. പക്ഷെ ഇത് വള്ളിയായിട്ട് വന്നതാണ്. ഇത് എങ്ങനെയാണ്, എന്താണ് ഇതിന്റെ? ഇതിന്റെ ജെല്ലെടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി ജെല്ല് കുറവായിരിക്കും. നേരിയ ഇലയാണ്. അപ്പൊ ഇത് നിങ്ങൾ എങ്ങനെയാ കൊടുക്കുന്നത്? ഇതിന്റെ തൈകൾ കൊടുക്കുന്നുണ്ട്. തൈകൾ മാത്രമേ കൊടുക്കുന്നില്ല. അതിന്റെ ഇതിന്റെ ലീഫിൽ ഇതെല്ലാം തൈകൾ ഓരോരുത്തർ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിട്ട് ഇതെല്ലാം വില കുറവാണ്. 50 രൂപ 100 രൂപ ആ റേറ്റ് വരുന്നില്ല. ഇത് ഫാൻസിൽ വരുന്ന ചില തട്ടായിട്ട് ഇടുന്ന ഒരു ടൈപ്പാണ്. ഇത് മരുന്നിനൊന്നും കൂടുതൽ മരുന്നിനൊന്നും ഉപയോഗിക്കുന്നില്ല. ഇത് ചുമ്മാ ഒരു ഷോന്. അതുപോലെ അതും അങ്ങനെ അത് നാട്ടിലൊക്കെ കാണാം. അതും ഒരു ഒന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് വരുന്ന ഒരു ടൈപ്പാണ്. അല്ല, ഇതിന്റെ പേരെന്താണ്? ഇതിന്റെ ഫാൻസി എന്ന് പറഞ്ഞിട്ടാണ് അതും ഫാൻസിയിൽ വരുന്നതാണ്. ഇതെല്ലാം ചെങ്കുമരി. ചെങ്കുമരി നമ്മളെ അവിടെ കാണിച്ചു തന്നില്ലേ, അതിന്റെ ഇതാണ്. പൂവുണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം കഴിയുമ്പോ തന്നെ പൂത്തു തുടങ്ങും. പൂത്തു കഴിഞ്ഞാലാണ് കൂടുതൽ ഔഷധ ഗുണമെന്നാണ് പറയപ്പെടുന്നത്. ശരി, ഒരു കൊല്ലം എടുക്കും പൂക്കാൻ. കായ് ഉണ്ടാവും ഇതിന് മേലെ? ഇല്ല, ഒരു പൂവുണ്ടാവും. പൂവ് പല ചെങ്കുമരി. ഇതാണ് സലാഡിന് ഉപയോഗിക്കുന്ന കറ്റാർവാഴ. സലാഡിന് കയ്പ് കുറവായിരിക്കും ഇതിന്. അങ്ങനെയല്ല, ജ്യൂസെല്ലാം അടിച്ച് കുടിക്കാനെല്ലാം പറ്റുന്ന ഒരു സാധനം കൂടിയാണ്. അത് ശരി. അപ്പൊ ഇതിന്റെ ജെല്ലാണോ യൂസ് ചെയ്യുന്നത്? ജെല്ല് ഇത് മുറിച്ചിട്ട് തന്നെ ഉപയോഗിക്കാം. സലാഡ് തന്നെ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാം. കൈ തന്നെ എടുത്തിട്ട് തറച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അലവേരയാണ്. എന്താ ഇതിന്റെ പേര്? ഇത് സലാഡിന് ഉപയോഗിക്കുന്ന അറിഞ്ഞിട്ട് തന്നെയാണ്. പ്രത്യേകമായിട്ട് പേരൊന്നും അല്ല, ഇത് നോർമലിൽ വരുന്ന സാധാരണ എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന ഒരു ടൈപ്പാണ്. അതെന്തിനാ നിങ്ങള്? അത് ഇതിന് നമ്മള് എണ്ണ കാച്ചാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ തന്നെ സോപ്പുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അലവേരന്റെ എല്ലാം സോപ്പുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതാരാ ചെയ്യുന്നത്? അത് ഭാര്യ ചെയ്യുന്നുണ്ട്. ആണോ? മെഷീൻസ് ഒക്കെ ഇവിടെ? ഇല്ല, നമ്മള് കൈ കൊണ്ടുള്ള പരിപാടിയാണ്. അതെല്ലാം
കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് ആൾക്കാർ വന്ന് ഒരു 20 ആളെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ട് ഇപ്പൊ ഒരു സോപ്പ് ഉണ്ടാക്കി വിൽപ്പന നടത്തുന്നുണ്ട്. ചെണ്ടുമല്ലിയിൽ നിന്ന് സോപ്പ് ഉണ്ടാക്കിയെന്ന്, അതുപോലെ ഇപ്പൊ അലോവേരന്ന്, കസ്തൂരി മഞ്ഞൾ, ഇതിന്റെ എല്ലാം സോപ്പുകള്, കരിമഞ്ഞള്, ഇതിന്റെ എല്ലാം സോപ്പുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ ഇത് സാധാരണ അലോവേര തന്നെ. ഇത് ഈ കാണുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ചില ആള് പറയും അലോവേര മേടിച്ചിട്ട് അത് വണ്ണം വെക്കുന്നില്ല എന്ന് പറയും. അത് ഈ ടൈപ്പിലേ വരും ഈ സാധനം. അത് ശരി. ഇത് കണ്ടില്ലേ? ഇതിന്റെ എന്ന് പറഞ്ഞാല് ഇഷ്ടമായി തൈ പൊട്ടിക്കൊണ്ടേയിരിക്കും. അതിലെ വീടുകളിലെല്ലാം പല ആൾക്കാരും പരാതി പറയുന്നത് എന്താ പറഞ്ഞാല് അത് മേടിച്ചിട്ട് വണ്ണം വെക്കുന്നില്ല, അത് ചെറിയ അങ്ങനെ തന്നെയാണ്. ഇതിന്റെ അകത്ത് കാണുന്നില്ല, ഇഷ്ടമായി തൈ പൊട്ടി ഒട്ടാകെ ഒരു എന്താ പറയണ്ടേ, ഒരു പ്ലാന്റ് തന്നെ ഒരു 100 ഗ്രാം വരെ തൂക്കം ഉണ്ടാവില്ല. അത് ശരി. അപ്പൊ ഇതിന്റെ പേര് ഇത് പേര് അറിയില്ല. ഇത് സാധാരണ അലോവേര തന്നെ. ഇതാണ് ഇല്ലയിൽ ഏറ്റവും കയ്പുള്ളതാണ് ഇത്. അതിന്റെ പേര് പറയും. ഇത് കയ്പം കറ്റാർവാഴ എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ തന്നെയാണ് പേരും. അത് തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര കയ്പായിരിക്കും. അതിന് മുള്ളു കൂടുതലാണ്. ഓഹോ, നിറയെ മുള്ളുണ്ടല്ലേ? നിറയെ മുള്ളില്ല. അപ്പൊ അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇത് ചെന്നിനായം പോലുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാന്നാ പറയുന്നത് കേട്ടെ. അതിന്റെ കൂടുതൽ ഉപയോഗം അറിയില്ല. ഓക്കെ. ഇതും വള്ളിയായിട്ട് പോകുന്ന ഒരു കറ്റാർവാഴ വർഗത്തിൽപ്പെടുന്ന ഒരിതാണ്. വള്ളി കറ്റാർവാഴ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ എത്ര തരം കറ്റാർവാഴയാണ്? 14 ടൈപ്പാണ് ഉള്ളത്. 14 ടൈപ്പ് ഉണ്ട് അല്ലേ? 14 ടൈപ്പ് ഉണ്ട്. അതിന്റെ തൈകള് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വാങ്ങാം അല്ല? എങ്ങനെയാണ് ഇവിടെ വന്ന് മേടിക്കാം. അതുപോലെ എന്ന് പറഞ്ഞാല് നമ്മള് വേണ്ടിക്കൽ അയച്ചു കൊടുക്കലുണ്ട്. പുറത്തെല്ലാം അയച്ചു കൊടുക്കലാണ്. അടുത്തുള്ള ആള് ഇവിടെ വന്ന് മേടിക്കും. കണ്ടു മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, അതിന് എങ്ങനെയാണ് അതിന്റെ നിങ്ങളെ നമ്പർ പറഞ്ഞാൽ വിളിച്ചാൽ അയച്ചു കൊടുക്കും. അന്ന് നമ്പർ പറഞ്ഞോളൂ ഷിംജിത്ത്. എന്റെ നമ്പർ 94 47 361 535. ഔഷധ സസ്യങ്ങളെല്ലാം അയച്ചു കൊടുക്കുന്നുണ്ട്. അതെയോ? ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ ഷിംജിത്തിനെ ബന്ധപ്പെടാം. ഓക്കെ. പിന്നെ ഇതെന്താണ്? ഇത് മലര് എന്ന് പറയും. മലര് എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ചിലർക്ക് ബാലൻസ് ഇടുന്ന പ്രശ്നമുണ്ട്, ഇയർ ബാലൻസ്. അതിന് ഉപയോഗിക്കുന്ന ഒരു അതല്ല. ഇതൊന്നും നമ്മള് വൈദ്യന്മാർ വന്നു കഴിഞ്ഞാൽ അവരെ നിർദ്ദേശപ്രകാരം വന്നു കഴിഞ്ഞാൽ ഇത് കൊടുക്കും. അല്ലാണ്ട് മരുന്നൊന്നും നമ്മൾ ഇടുന്ന ഒരുപാട് കേരളത്തിൽ അകത്തും പുറത്തുമില്ല ഒരുപാട് വൈദ്യന്മാർ നമ്മളെടുത്ത് വരുന്നുണ്ട്. അവര് പറഞ്ഞ അറിവ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ആൾക്കാർ വന്നു കഴിഞ്ഞാൽ സാധനത്തിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കും. ഇത് സർപ്പപ്പോള, പടം മടക്കി എന്ന് പറയുന്ന ചെടിയാണ്. അതിന്റെ പല വെറൈറ്റികളാണ് കാണുന്നത്. ഇതൊന്നും കറ്റാർവാഴയിൽ പെടുന്നില്ല. ഇത് ബ്രഹ്മിയാണോ? ഇതാണ്, ഈ കാണുന്നതാണ് ബ്രഹ്മി. ചെറുത്. ചെറുത്. വെള്ളത്തിലും കരയിലും വളരും. ഇതെന്തിനാ നിങ്ങള്? ഓർമ്മശക്തി പറഞ്ഞ കുട്ടികൾക്ക് പണ്ട് തേനും വയമ്പും ബ്രഹ്മിയും കൊടുക്കും. തേനിലിട്ട് വെച്ചിട്ട് അത് തയ്ച്ചിട്ട് സ്വർണം കൂടി അല്ല വയമ്പിന്റെ കിഴങ്ങ്, അതുപോലെ തേന്, സ്വർണം, ഇത് 4 കൂടി ആണ് കുട്ടികൾക്ക് നാവില് വെച്ചുകൊടുക്കും. ഔഷധ സസ്യങ്ങളിൽ പുഷ്കരമൂലം എന്ന് പറയുന്ന ഔഷധ ചെടിയാണ് ഇത്. ഇത് ചില കഷായങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതാണ് ഒലീവ്. ഒലീവ് നമ്മുടെ കാലാവസ്ഥ അതെ അതിന്റെ ചെടിയാണ്. പക്ഷേ നമ്മളെ കാലാവസ്ഥയായിട്ട് അത്ര നല്ല വെയിലുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഒലീവ് ഇത് അത്ര വളർച്ചയില്ല ഇട. ഇതാണ് ആവാരം പൂ. ഒരുപാട് നല്ല മഞ്ഞ കളർ പൂ ഉണ്ടാകലുണ്ട്. ഇപ്പം പൂവിന്റെ സീസണില. ഇത് കാട്ടിലുണ്ടാകുന്ന കറിവേപ്പാണ്. നമ്മുടെ കറിവേപ്പിനെ കാട്ടിയും നല്ല മണായിരിക്കും ഇതിന്, സർവ്വസുഗന്ധി പോലെ. ഇത് ചെങ്ങലാം പരണ്ട. പണ്ട് കാലത്ത് ശബരിമലക്ക് പോകുന്ന ആൾ ഇതിനെ കൊണ്ട് സമ്മന്തി അരച്ചു കൊണ്ടുപോകും. എന്തിനെന്ന് പറഞ്ഞാൽ മല കയറുമ്പോൾ ഒരു തരത്തിലുള്ള വേദനകളും വരാണ്ടിരിക്കാൻ. ഇത് തമിഴ്നാട്ടിലെല്ലാം, കേരളം കഴിഞ്ഞാൽ ഇത് നമ്മള് മത്സ്യക്കറിയെല്ലാം വെക്കും പോലെ തേങ്ങ അരച്ച് കറി വെക്കാൻ പറ്റുന്ന ഒരു ഇത് കൂടിയാണ്. ഇതൊന്ന് ചൂടായിട്ടില്ലേ ഇത് ചൊറിയും. അതാണ് ഇതിന്റെ പ്രത്യേകത. പരണ്ടകൾ 4. അതിന്റെ അകത്ത് ചെങ്ങലാം പരണ്ട എന്ന് പറഞ്ഞാൽ 4 കോണ്. ഇത് ഒറ്റ പരണ്ട, ഒറ്റ കോണേ ഉണ്ടാവും. ഇത് ഒറ്റ കോണ് വരും, റൗണ്ടിൽ ഒറ്റ ഇതായിട്ട്. ഇത് 30 3 കോണ്. ഇത് 30 3 കോണ് വരും. കണ്ട 3 കോണ്. ഈ കണ്ടത് ഈ ഒരു ഇത് 30. ഇതാണ് കത്തിപ്പരണ്ട എന്ന് പറയും. ഇത് കത്തി മോഡലായിരിക്കും, 2 കോണ്. അപ്പുറം 2 കോണ്. അങ്ങനെ പരണ്ടകൾ 4 ടൈപ്പുള്ള പരണ്ടകളാണ്. ഇതിന് 3 ഉണ്ടോ? ഇത് 3 പേരും ഇതാ കാണുന്നില്ല. ഇപ്പുറം എന്താ 1 2 3. അതാണ് പരണ്ടകൾ 4. 4 ടൈപ്പിന് പറഞ്ഞാൽ. പക്ഷെ ചെങ്ങലാം പരണ്ടയാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. എല്ല് സംബന്ധമായ ഇതിനാണ്. ഒരുപാട് എണ്ണകൾ ഉണ്ടാക്കുന്നുണ്ട് ഓരോ വൈദ്യന്മാരും. അപ്പൊ ഇതെങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്? ഇതിന്റെ ഉള്ള തൈകൾ നമ്മള് എണ്ണ ഉണ്ടാക്കുന്നില്ല, ഇതിന്റെ തൈകൾ കൊടുക്കുന്നുണ്ട്. തൈകൾ മാത്രമേ വിൽപ്പന. അതെ. എന്നാന്ന് പറഞ്ഞാല് ചില നമ്മളെ സുഹൃത്തുക്കളുണ്ട്, ചില സിദ്ധ വൈദ്യത്തില്ല, അവരെല്ലാം ഇതിന്റെ എണ്ണയെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്.
നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടോ? നമ്മള് ഉണ്ട് നല്ല ഇതാണ്. ഞാൻ ഒരുപാട് ആൾക്കാർക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കുന്നില്ലാന്നേലും അതിനെല്ലാം ആവശ്യക്കാരുടെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നമ്പർ കൊടുക്കാം അവരെല്ലാം. അത് ശരി. ഓക്കെ ഓക്കെ. ഇത് കൊടുവേലിയില് വെള്ളക്കൊടുവേലി, വെള്ളക്കൊടുവേലി. ഇത് മരുന്നിന് ഉപയോഗിക്കുന്നുണ്ട്, ചില മരുന്നുകൾക്ക് ഉപയോഗിക്കും. ഇതിന്റെയൊക്കെ ഇതാണ് ചോന്ന കൊടുവേലി അഥവാ ചെത്തിക്കൊടുവേലി എന്ന് പറയും. ഇത് കൊടുവേലിയിൽ 3 തരം കൊടുവേലി: വെള്ളക്കൊടുവേലി, നീലക്കൊടുവേലി, ചെത്തിക്കൊടുവേലി. ചെത്തിക്കൊടുവേലിയാണ് ഇപ്പം ഫേമസ് ആയിട്ട് പോകുന്നത്. ഇതിന്റെ കിഴങ്ങാണ് കാട്ടു പന്നി വരുന്നതിന് സൈഡ് ബോർഡർ ആയിട്ട് വെക്കും. അത് ശരി. പന്നികളെ തുരത്താൻ വേണ്ടിയിട്ട്. പന്നികൾ ഇതിന്റെ അടുത്ത് പോയിട്ട് ഇത് കുത്തി ഇതാക്കുമ്പോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ കിഴങ്ങ് തട്ടിക്കഴിഞ്ഞാൽ പൊള്ളും, പിന്നെ ആ പ്രദേശത്ത് പന്നി വരില്ല. ഇത് വെത്തിലയില് ജീരക വെത്തില. വെത്തിലയിൽ 8 ടൈപ്പ് വെത്തിലയാണ്. ജീരക വെത്തില, ഇത് കർപ്പൂര വെത്തില, ഇത് സേലം വെത്തില. ഇതൊക്കെ എന്താണ് ഇതിനൊക്കെ? വെത്തിലേന്റെ എല്ലാത്തിന്റെ ടേസ്റ്റുകൾ മാറ്റായിരിക്കും. അതിന്റെ അകത്ത് ഇതാണ് നാഗവെത്തില എന്ന് പറയുന്ന വെത്തില. വെത്തിലേന്റെ ഇപ്പം ചവച്ചു കഴിഞ്ഞാൽ വെത്തിലേന്റെ ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് പണ്ട് കാലത്ത് പാമ്പ് കടിച്ചാൽ വൈദ്യന്മാരുടെ അടുത്ത് പോയാൽ ഈ വെത്തില കൊടുക്കും, എന്നിട്ട് ചോദിക്കും എന്നാ ടേസ്റ്റ് എന്ന്. ഓരോ പാമ്പിനെയും തിരിച്ചറിഞ്ഞ ടേസ്റ്റിനനുസരിച്ചാണ്. പണ്ട് കാലത്ത് പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് അനുസരിച്ചിട്ടാണ് ഏത് പാമ്പാണ് കടിച്ചതെന്ന് മനസ്സിലാക്കുന്നത്. അതെ. അങ്ങനെയുള്ള ഒരു വെത്തിലയാണ് ഇത്, നാഗവെത്തില എന്ന് പറയുന്ന ഈ വെത്തില. ഇതൊന്നും നമ്മൾ ചവക്കാൻ ഉപയോഗിക്കും. പക്ഷേ എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ ടേസ്റ്റുകൾ മാറ്റായിരിക്കും. അതിന്റെ എല്ലാം എന്ന് പറഞ്ഞാൽ വെത്തിൽ നമ്മളെ ഇതന്നെ, പക്ഷേ ഒരു ചെറിയ ടേസ്റ്റ്. അതായത് സേലം വെത്തില, നാടൻ വെത്തില, അങ്ങനെ കാട്ടുവെത്തില, അങ്ങനെ വെത്തില തന്നെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. ഇതെല്ലാം കുറിഞ്ഞീന്റെ പല ടൈപ്പ് കുറിഞ്ഞികളാണ്. നീലക്കുറിഞ്ഞി നമ്മളടുത്ത് നടക്കുന്നില്ല, അത് നോക്കി. നീലക്കുറിഞ്ഞിയാണ് 12 കൊല്ലത്തിൽ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയാണ്. ഇത് കുറിഞ്ഞിന്റെ എന്ന് പറഞ്ഞാൽ ഇത് അതെ ഇത് കാട്ടുകുറിഞ്ഞി. കാട്ടുകുറിഞ്ഞിയുണ്ട്, കരിങ്കുറിഞ്ഞിയുണ്ട്, വെള്ളക്കുറിഞ്ഞിയുണ്ട്, അതുപോലെ ചതുരക്കുറിഞ്ഞി. ഇതാണ് ചതുരക്കുറിഞ്ഞി. ഇതിന്റെ തണ്ട് ചെങ്ങലാമ്പരന്റെ തണ്ട് പോലെ ഉണ്ടാവും, ചതുരായിട്ട്. ചതുരക്കുറിഞ്ഞി. ഇതിന് എന്താ ഫ്ലവർ ഉണ്ടാവുന്നത്? ഇതും അതുപോലെ നീലപ്പൂവുകൾ ഉണ്ടാവും. ശരി. ഇതെന്തിനാണ് ഇതിന് ഉപയോഗിക്കുന്നത്? കുറിഞ്ഞുകളിലും കഷായത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് മരമഞ്ഞൾ. മരമഞ്ഞൾ എന്ന് പറഞ്ഞാൽ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു സസ്യമാണ് മരമഞ്ഞൾ. ഇതിന്റെ ഉപയോഗം ത്വക്ക് രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. നമ്മളെ സ്കിന്നിന്റെ പല രോഗങ്ങൾക്കും മരമഞ്ഞൾ. അതുപോലെ എന്ന് പറഞ്ഞാൽ ഇത് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ഇതിൽ പെട്ടുകൊണ്ട് നമ്മളെ ഇത് അങ്ങനെ മുറിച്ച് കടത്താനൊന്നും പറ്റൂല, അങ്ങനെയുള്ള ഒരു ഇതിൽ പെടുന്നതാണ്. അതെ, തടി ഇതാണ്. ഇത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിൽ ഒരു കായ് ഉണ്ടാവും. പൂത്തിനേനും പൂത്ത് കഴിഞ്ഞാൽ ഒരു കായ് ഉണ്ടാവും. ആ കായാണ് വിത്തായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന്റെ തണ്ടിന്റെ കളർ തന്നെ ഉള്ളു മഞ്ഞ കളറായിരിക്കും. ഉള്ളു പൊളിച്ചു കഴിഞ്ഞാല് മഞ്ഞ ഇതായിട്ട് വരും. ശരി. അപ്പൊ ഈ തണ്ട് ഇങ്ങനെ വള്ളി പോലെ വലിയ ഇതായിട്ട് പോകും. ഇതിന്റെ ഇലേന്റെ അടിയെ തന്നെ ഒരു കാണുന്നില്ലേ, ഇതെന്താണ് ഒരു വെള്ള കളറില് ഇതാണ് വരിക. ഇത് സാധാരണ മുറികൂടി തന്നെ ഒരുപാട് ടൈപ്പ് മുറികൂടികൾ വരുന്നുണ്ട്. ഇതിനിപ്പോ അന്താരാഷ്ട്ര മാർക്കറ്റില് 1 മില്ലിഗ്രാമിന് 6000 രൂപ വിലയുണ്ട് ഇപ്പം ഇതിന്റെ നീരിന്. ഇപ്പൊ അടുത്ത പത്രങ്ങളിലും ഇത് കുറച്ച് ഡിമാൻഡ് ആയിട്ടുള്ള ഒരു സാധനം കൂടിയാണ് ഇപ്പൊ. പണ്ട് കാലത്തെ നമ്മൾ പണ്ട് കാലത്തെല്ലാം മുറിഞ്ഞ് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ ഇതും ഒരു മുറികൂടിയാണ്. മർമ്മഗന്ധി എന്ന് പറയുന്ന മുറികൂടിയാണ്. എന്നെ ഔഷധ കൃഷിയിലേക്ക് എത്തിച്ചത് ഈ മുറികൂടിയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് ഇതേ ഞരവിൽ ഈ സാധനം വെക്കുക. ഇതേ ഞരവിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് അതുപോലെ കൂടി വെക്കും. അതേപോലെ തന്നെ വെക്കും, ഉണ്ടല്ലേ, മുറിച്ച് വെച്ച പോലെ തന്നെ. ഇതാണ് എന്നെ അത്ഭുതപ്പെടുത്തി ഈ ഔഷധ സസ്യങ്ങൾ. ഇത് 1500ഓളം ഔഷധ സസ്യങ്ങള് ഇതാണ് എന്നെ തുടക്കം കുറിച്ചത്. ഇത് എനിക്ക് എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ഒരു അവാർഡ് മേടിക്കാൻ പോയിരുന്നു. ആലപ്പുഴ ഒരു 2017 ശ്രീനിവാസന്റെ അടുത്ത് ഒരു ജൈവ കർഷകനുള്ള ഒരു പ്രോത്സാഹന അവാർഡ് ആദ്യമായിട്ട് ആലപ്പുഴ മേടിക്കാൻ പോയി. അന്നേരം ആടെന്ന് കിട്ടിയതാണ്. ഒരു കഷ്ണം ഒരാൾ തന്നു. അങ്ങനെ അതന്നെ ഒരു എന്താ പറയണ്ടേ, അതിനൊരു പ്രത്യേക എന്റെ മനസ്സിലത് എല്ലാം മുറിച്ചു വെച്ചൊരു ഇതായി. അതങ്ങനെ പിന്നെയാണ് ഇങ്ങനെയുള്ള ഒരുപാട് ഔഷധങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് പിന്നെ കളക്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാനിത് 8 കൊല്ലം കൊണ്ട് വെച്ചു പിടിപ്പിച്ചതാണ് ഈ കാണുന്നതെല്ലാം. അപ്പൊ ഷിംജിത്ത് വേറെ എന്തെങ്കിലും ജോലി ചെയ്തിരുന്നോ? ഇല്ല, കൃഷി തന്നെ, കൃഷി ഫീൽഡിലായിട്ട് സാധാരണ കൃഷി ഉണ്ടായിരുന്നു. ഔഷധ കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഔഷധ കൃഷികള് ഇത് കിട്ടിയതിന്റെ ശേഷമാണ്. ഇതാണ് വെള്ള മുസ്ലി. മുസ്ലിം റെസ്റ്റോറ എന്നെല്ലാം പറഞ്ഞ ഇതിന്റെ കിഴങ്ങാണ് മുസ്ലി എന്ന് പറയുന്നത്. അതുപോലെ നിലപ്പനക്കും മുസ്ലി എന്ന് പറയും. ഇത് ചോന്ന മുസ്ലി. അങ്ങനെ മുസ്ലി. ഇതിന് വെള്ളപ്പൂവാ ഉണ്ടാവുന്നത്. ഇത് വെള്ളപ്പൂ. ഇതിന്റെ കിഴങ്ങാണ് ഉപയോഗിക്കുക.
ഇതാണ് കർപ്പൂരത്തിന്റെ മരം. കർപ്പൂരം. കർപ്പൂരം നമ്മൾ കത്തിക്കാനിൽ ഉപയോഗിക്കുന്ന കർപ്പൂരം. ഇതിന്റെ ഇലയും തണ്ടും വാറ്റിയിട്ടാണ് കർപ്പൂരം ഉണ്ടാക്കുന്നത്. അത് വാറ്റി ഇല ഭയങ്കര മണായിരിക്കും. ഇത് കാട്ടുള്ളി തൈലം വരുന്നില്ലേ, നമ്മള് തൊട്ട് കഴിഞ്ഞാൽ തന്നെ അങ്ങ് ഏറിപ്പോന്നെ കാട്ടുള്ളി തൈലം വരുന്ന ഇതിന്റെ അടിയിൽ ഒരു ഉള്ളി ഉണ്ടാവും. ആ ഉള്ളിയാണ് വാറ്റിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ആ ഉള്ളി അതുപോലെ ആണി രോഗങ്ങൾക്ക് ഇതിന്റെ ഉള്ളി ഉപയോഗിക്കാം. ഇത് ചുട്ടിട്ട് ചവിട്ടി പിടിച്ചു കഴിഞ്ഞാല് ആ രോഗം മാറിക്കിട്ടും എന്നാ പറയുന്നത്. ഇത് തന്നെ നല്ല വെള്ള പൂവുണ്ടാവും. അടിയില് സാധാരണ വെള്ള കളറിലുള്ള ഉള്ളി ഉണ്ടാവും. ശരി. ഇതിപ്പോ ഈ റോഡ് സൈഡിനൊക്കെ വെച്ചിട്ട് കാണുന്നത് എന്തോ ഇതിങ്ങനെ ഇവിടുന്ന് മുതൽ അങ്ങോട്ടാണ് നമ്മളെ കായത്തിന്റെ മരാണിത്. സോമനാഥ കായം എന്ന് പറയുന്ന കായം. കുട്ടികൾക്ക് വാലിന് വേനക്കെല്ലാം കൊടുക്കുന്ന കായാണിത്. ഇതിന്റെ പ്രത്യേകത ഇത് റബ്ബർ പോലെ ടേപ്പ് ചെയ്തെടുക്കാം. അല്ലാണ്ട് നല്ല വെയിലിന് ഇതിന്റെ തുച്ഛത്തിന് ഇങ്ങനെ കായം വരും. ഇത് വരുന്ന കണ്ടില്ലേ, ഒലിച്ചു വരും. ഇത് കണ്ട മഞ്ഞ കളറിൽ വരുന്ന കണ്ട ഇതാ കൈ കാണിക്കും. ഇതാണ് കായം. ഇതാണ് കുട്ടികൾക്ക് വാലിന് വേനക്ക് കൊടുക്കുന്ന സോമനാഥ. ഭയങ്കര മണായിരിക്കും. ശരി. യെല്ലോ കളർ. ഇതിപ്പോ നമ്മള് പിന്നെ ഇതിന്റെ മേലെല്ലാം കാണുന്ന ഇത് അതെവിടെയൊക്കെ എടുക്കുന്ന എവിടുന്നാണ്? സൈഡിൽ നിന്ന് വരുന്ന കാണുന്നില്ലേ, ഇത് റബ്ബർ പോലെ ടേപ്പ് ചെയ്തെടുക്കാം. അല്ലാണ്ട് ഇങ്ങനെ വരും, വെളുത്തുരുകി വരും. ഇത് എങ്ങനെയാ കൊടുക്കുന്നത്? ഇത് നമുക്ക് മുലപ്പല്ലെല്ലാം തയ്ച്ചിട്ട് കുട്ടികൾക്ക് പൊക്കിനെല്ലാം പറ്റി കൊടുക്കും. അത് ശരി. കാലത്ത് സോമനാഥ കായം എന്ന് പറയുന്ന കായ തന്നെ നല്ല പറ്റുന്നില്ല കേട്ടാ. ഭയങ്കര മണക്കുന്നില്ലേ? ഉണ്ട്, നല്ല മണമുണ്ട്. ഇതാണ് ചിറ്റാരത്ത. നമ്മള് രാസ്നാദി പൊടിയില്ലേ, നമ്മള് തലയത്തേക്കാൻ ഉപയോഗിക്കുന്നത്. രാസ്നാദി പൊടി ഉണ്ടാക്കുന്ന ഇതിനെ കൊണ്ടാണ്. നല്ല മണമായിരിക്കും. ഇതിന്റെ കിഴങ്ങും തണ്ടും ഉണക്കി പൊടിച്ചിട്ടാണ് രാസ്നാദി ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഷിംജിത്തിന്റെ സ്ഥലമാണോ? സ്വന്തം സ്ഥലമാണ്. ഇവിടെ നല്ല വെള്ളം ഒഴുകുന്ന ഒച്ച കേൾക്കുന്നുണ്ടല്ലോ. ചെർലിമലയാണ് ഈ കാണുന്ന മോള്. അതിന്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇതാണ് പാണ്ഡവത്തിരി എന്ന് പറയും. പാണ്ഡവത്തിരി നായ്ത്തേക്ക് എന്ന് പറയുന്ന ചെടിയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതിന്റെ ഈ തളിര ഇലകള് വെളിച്ചെണ്ണയിൽ മുക്കിയിട്ട് കത്തിക്കാൻ പറ്റും. പച്ചക്ക് കത്തും ഇത്. പണ്ട് കാലത്ത് പാണ്ഡവര് വെളിച്ചത്തിന് പകരം കത്തിച്ചതാണ്. പണ്ട് കാലത്ത് ടോർച്ചൊന്നും ഉണ്ടായിരുന്നില്ല എന്നാ പറയുന്നത്. അന്ന് അവര് എന്താ പണിയെടുക്കും, ഇത് മരോട്ടി എണ്ണ, ഇന്നത്തെ പോലെ വെളിച്ചെണ്ണ ഒന്നല്ല. അന്ന് മരോട്ടി എന്ന് പറയുന്ന മരത്തിന്റെ എണ്ണ, അതിന്റെ മുകളിൽ ഒരു കായ് ഉണ്ടാവും. അത് കായ് ആട്ടിയിട്ട് അതിന്റെ അകത്ത് കിട്ടുന്ന എണ്ണയിൽ ഇത് മുക്കും. എന്നിട്ട് ഇതിങ്ങനെ കത്തിച്ചു കഴിഞ്ഞാൽ ടോർച്ച് പന്തം കത്തുന്ന പോലെ കത്തും. കുറേ സമയം കത്തി നിൽക്കും. ഇത് ഒരുപാട് ആൾക്കാർക്ക് ഇത് കുട്ടികളെല്ലാം വന്നു കഴിഞ്ഞാൽ ഇത് കത്തിച്ച് കാണിച്ചു കൊടുക്കും. അങ്ങനെയുള്ള ഒരു ചെടിയാണ് പാണ്ഡവത്തിരി. ഇതിന്റെ ഫ്ലവർ ചില മരുന്നുകൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് മരോട്ടി എന്ന് പറയുന്ന, ഞാനിപ്പം പറഞ്ഞില്ലേ എണ്ണേന്റെ കാര്യം. ഇതിന്റെ കായാണ് മരോട്ടി. ഇതാണ് മരോട്ടി. മരോട്ടി എണ്ണയെല്ലാം ഉപയോഗിക്കുക. ഇതൊക്കെ ഷിംജിത്ത് നട്ടു വളർത്തിയതാണോ? ഇതെല്ലാം നട്ടു വളർത്തിയതാണ്. ഇതാണ് കാട്ടേലം. കാട്ടിലുണ്ടാകുന്ന ഏലാണ്. ഏലത്തിൽ കാട്ടിലുണ്ടാകുന്ന ഒരുപാട്. ഇതിന്റെ പ്രത്യേകത ഇതിന്റെ അടി തൊട്ട് കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിരിക്കും. വൽവെറ്റ് ഓടുന്ന പോലെ ഉണ്ടാവും. ഇതിനെ കസ്തൂരി മഞ്ഞളിന്റെ അടിയിൽ തൊട്ട് കഴിഞ്ഞാൽ ഇത് ഈ വൽവെറ്റ് ഓടുന്ന പോലെ ഉണ്ടാവും. ഇതെന്തിനാ ഉപയോഗിക്കുന്നത്? ഇത് നമുക്ക് ഏലത്തിന് പകരം തന്നെ ഉപയോഗിക്കാം. അതെയാ? കാട്ടിലുണ്ടാകുന്ന. അപ്പൊ ഇത് നമ്മൾ കടയിൽ വാങ്ങുമ്പോ നമ്മള് ഇല്ല, കടയിൽ മേടിക്കാൻ കിട്ടൽ കുറയും. ഇതാണ് കുപ്പമഞ്ഞൾ അഥവാ കുരങ്ങൻ മൈലാഞ്ചി എന്ന് പറയും. കുങ്കുമം പണ്ട് കാലത്ത് നേച്ചർ കളറിന് ഉപയോഗിച്ചതാണ്. ഇതിനൊന്നും പ്രത്യേകിച്ച് നിങ്ങൾ വളങ്ങളൊന്നും ഒന്നുമില്ല, ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല അല്ലെ? ജലസേചനം ഒന്നും ആവശ്യമില്ല. പുറത്തില്ലേനൊന്നും ഉണ്ടാ, ചിലേന് മാത്രമുണ്ട്. ചില സാധനങ്ങൾക്ക് അതെല്ലാം മലേന്റെ മുകളിൽ വെള്ളം വരും. ഇവിടെ കുറെ ഈ മഞ്ഞൾ അല്ലെ, മഞ്ഞളിന്റെ ഇഞ്ചിയും മഞ്ഞളോ? മഞ്ഞളിന്റെ പല മഞ്ഞളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു 130 ഐറ്റംസ് വരുന്നുണ്ട്. അതിന്റെ അകത്ത് എന്ന് പറഞ്ഞാൽ വില കൂടിയ ചില മഞ്ഞളുകളുണ്ട്. 1 കിലോന് 1.5 ലക്ഷം രൂപക്ക് വരെ കൊടുക്കുന്ന മഞ്ഞളുകളുണ്ട് നമ്മളെ അടുത്ത്. വാടാർ മഞ്ഞൾ എന്ന് പറയും. അതുപോലെ കരിമഞ്ഞളിന്റെ കരിമഞ്ഞൾ തന്നെ 23 ടൈപ്പ് കരിമഞ്ഞളുകൾ വരുന്നുണ്ട്. ഇതിനകത്ത് എന്ന് പറഞ്ഞാല് അതുപോലെ മഞ്ഞളില് ചില മഞ്ഞളുകള് ഇതിന്റെ അകത്ത് കാണുന്ന ഈ ദേവമഞ്ഞൾ എന്ന് പറയുന്ന മഞ്ഞള്, അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് പണ്ട് കാലത്ത് മുച്ചിലോട്ട് പകുതി പോലുള്ള തെയ്യക്കോലങ്ങൾ മുഖത്തെഴുതാൻ ഉപയോഗിച്ചതാണ്. അത് പറിച്ചിട്ട് ഒരു ചട്ടിയിലോ കുടുക്കയിലോ ഇട്ട് വെച്ച് കഴിഞ്ഞാല് അത് ഓട്ടോമാറ്റിക് പൊടിഞ്ഞ് ഭസ്മായി തീരും. നമ്മള് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു മഞ്ഞളാണ് ദേവമഞ്ഞൾ എന്ന് പറയുന്ന ആ മഞ്ഞള്. അതുപോലെ എന്ന് പറഞ്ഞാല് ചില പച്ചക്ക് തിന്നാൻ പറ്റുന്ന മഞ്ഞള്, അത് നമ്മള് സമ്മന്തി എല്ലാം ഇറക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. നമ്മള് സാധാരണ ഒരു ചോയ ഉണ്ടാവില്ലേ, അതൊന്നും ഉണ്ടാവില്ല, പച്ചക്ക് തിന്നാൻ പറ്റും. അങ്ങനെയുള്ള മഞ്ഞളാണ്. മരമഞ്ഞൾ, പ്രതിഭ മഞ്ഞൾ, ദേവമഞ്ഞൾ, വർണ്ണമഞ്ഞൾ, ചുവന്ന മഞ്ഞൾ, തലശ്ശേരി മഞ്ഞൾ. തലശ്ശേരിക്കാരുടെ ആ ഏരിയയിലുള്ള മഞ്ഞളാണ് തലശ്ശേരി. അങ്ങനെയല്ലേ ഒരു അതുപോലെ വയനാടൻ മഞ്ഞൾ, കോഴിക്കോടൻ മഞ്ഞള്, അങ്ങനെയല്ല ഓരോ ഏരിയയിലെ മഞ്ഞളുകള്. അല്ല ഇത് സ്വർണത്തിനെ പോലെ 916 അതെ അതിന്റെ കളർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ കളറായിരിക്കും.
916 മഞ്ഞളിനാ? അതാണ് അതിന്റെ പ്രത്യേകത. അത് അതുപോലെ ചില മഞ്ഞൾ ഇത് എന്ന് പറഞ്ഞാൽ കർപ്പൂര മഞ്ഞൾ എന്ന് പറയുന്നത് ഇതിന്റെ അടുത്ത് കർപ്പൂരം വെച്ച് കഴിഞ്ഞാല് ഓട്ടോമാറ്റിക് കർപ്പൂരം കത്തും. അങ്ങനെയല്ല, അത് ഇതെല്ലാം ഡ്രൈ ആണ്. നല്ല മാർച്ച് മാസമാണ് ഇതെല്ലാം സംഭവിക്കുക. അതുപോലെ സൂചി മഞ്ഞള്, ഈ മഞ്ഞളിന്റെ പ്രത്യേകത ഇതിന്റെ അകത്ത് വിട്ട് ഒരു ചാക്കുന്ന് സൂചി കടത്തി വിട്ട് 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാല് അതൊന്ന് എടുത്ത് വളച്ച് കഴിഞ്ഞാൽ അപ്പാട് വളഞ്ഞു കിട്ടും. അല്ലാണ്ട് ഒരു സൂചി നമുക്ക് ചാക്കുന്ന് സൂചി വളച്ചെടുക്കാൻ കഴിയൂല. അങ്ങനെയുള്ള മഞ്ഞളാണ്. അങ്ങനെയുള്ള പല ടൈപ്പ് മഞ്ഞളുകളാണ് ഇത്. അതുപോലെ പച്ച കളറിലുള്ള മഞ്ഞൾ വരുന്നുണ്ട്, ഉള്ളു മുറിച്ചു കഴിഞ്ഞാൽ നീല കളർ. അത് ഞാൻ കാണിച്ചു തരാം, ഓരോന്നും മുറിച്ചിട്ട് തന്നെ. അത് കസ്തൂരി മഞ്ഞൾ തന്നെ, ക്രീമുണ്ട്, ചുവപ്പുണ്ട്, അതുപോലെ മഞ്ഞയുണ്ട്, വെള്ള മഞ്ഞളുണ്ട്. വെള്ളം. അങ്ങനെ കസ്തൂരി മഞ്ഞൾ 4 ടൈപ്പ് കസ്തൂരി മഞ്ഞളാണ് വരുന്നത്. നമ്മൾ തന്നെ വികസിപ്പിച്ച മഞ്ഞളുണ്ട്. ജൈവം എന്ന് പറഞ്ഞിട്ടൊരു പാറ്റന്റെ ഒരു നമ്മൾ തന്നെ സാധനങ്ങളുണ്ട്. അതെയോ? അതപ്പുറം ഉണ്ട്. ഇതിന്റെ വിത്തുകളെല്ലാം നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം മഞ്ഞള് ഇതിന്റെ എല്ലാം മഞ്ഞളുകളെ കളക്ഷൻ ഇവിടെ പ്രദർശനമായിട്ട് തന്നെ വെക്കും. എല്ലാ കൊല്ലം വെക്കുന്നതാണോ? എല്ലാ കൊല്ലവും ഇവിടെ ഉണ്ടാവില്ല. അതെന്ന് പറഞ്ഞാൽ അവർക്ക് ഓരോരുത്തർ വന്നു കഴിഞ്ഞാൽ കുട്ടികളെല്ലാം വരുന്നതുകൊണ്ട് അവർക്ക് ഓരോ സീസണിൽ ഇത് ഇത്ര ആളും ഇതിന്റെ ഇലകളേനും കാണാൻ പറ്റും. അത് ഇനിയിപ്പം മഞ്ഞളിന്റെ കിഴങ്ങുകൾ കാണാൻ പറ്റും വന്നു കഴിഞ്ഞാല്. തുളസിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളെ അടുത്ത് 45 ഐറ്റംസ് വരുന്നുണ്ട്. അതിൽ തുളസിയില് രാമതുളസിയിൽ ഒരു ടൈപ്പാണ് ഇത്. രാമതുളസിയിൽ തന്നെ 3 ടൈപ്പ് രാമതുളസികൾ വരും. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നിങ്ങൾ കൈ കാണിക്കുക, ഇത് കൈയിന്റെ അടിയിൽ വരയ്ക്കുക, എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് മണപ്പിച്ച് നോക്കിയാ മണക്കുന്നില്ലേ? അതാണ് നിങ്ങൾ കൈന്റെ പുറത്തിറക്ക്. കൈന്റെ ഒരച്ച സ്ഥലം മണപ്പിക്കുമ്പോ വേറെ മണം. അതെ അതെ, നേരെ ഓപ്പോസിറ്റ്. ഇത് കുടലിന്റെ ഇടി വരയ്ക്കുക, എന്നിട്ട് പുറത്ത് മണപ്പിച്ച് കഴിഞ്ഞാൽ മണക്കും. ഇത് അതാണ് ഈ തുളസിന്റെ പ്രത്യേകത. അങ്ങനെയുള്ള തുളസിയാണ്. അല്ല, ഒരച്ച സ്ഥലത്ത് മണം കുറവായിരിക്കും, മണം വേറൊരു മണാണ്. അതാണ് ഇപ്പുറത്ത് നല്ല മണാണ് അല്ലേ? അതാണ് ഈ തുളസിന്റെ പ്രത്യേകത. അങ്ങനെയല്ല ബാക്കി തുളസികൾ അങ്ങനെ കാണാം. വീട്ടുമുറ്റത്ത് തന്നെ തുളസിയുടെ ഒരു വൻ ശേഖരം തന്നെ ഇവിടെയുണ്ട്. എന്തൊക്കെ തുളസികളാണ്, ഇതിന്റെ പേരൊക്കെ? തുളസിയിൽ എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ 45 ഐറ്റംസ് വരുന്നുണ്ട് തുളസിയായിട്ട് ബന്ധപ്പെട്ടിട്ട്. തുളസികളില് ഇതാണ് മാതള ആരോഗ്യത്തിന്റെ മണമില്ല തുളസി. ഇതിന് മാതള ആരോഗ്യത്തിന്റെ മണമായിരിക്കും. ഇത് പുതിനേന്റെ മണമില്ല തുളസി. ഇത് ഓറഞ്ചിന്റെ മണമില്ല തുളസി. ഇത് മസാലേന്റെ മണമില്ല തുളസി. ഇത് മസാലേന്റെ മണമായിരിക്കും. ഇത് വട്ടത്തുളസി എന്ന് പറയും. ഇത് മൈഗ്രെയിനെല്ലാം ഉപയോഗിക്കുന്നത്. ഇത് മൈഗ്രെയിന് പരട്ടി കഴിഞ്ഞാൽ ഒരു സൂചി പോയിന്റിൽ വന്ന് നിൽക്കുന്ന പറയുന്നത്. അങ്ങനെയുള്ള തുളസിയാണ്. ഇപ്പുറം കാണുന്നത് ഇതാണ് കുഴിമുണ്ടെന്ന് പറയുന്ന തുളസി. ഇതിന്റെ അകത്ത് മഞ്ഞ പൂമ്പാറ്റകൾ വരും ഇഷ്ടംമാതിരി. അങ്ങനെയുള്ള ഒരു തുളസി കൂടിയാണ്. ഇത് സാധാരണ നമ്മള് കൃഷ്ണ തുളസി എന്ന് പറയുന്ന തുളസിയാണ് ഈ കാണുന്നത്. ഇത് പുതിനേന്റെ മണമില്ല വേറെ ഒരു. ഇത് ഇഞ്ചിന്റെ മണമില്ല തുളസി. അതിന് ഇഞ്ചിന്റെ മണമായിരിക്കും. അത് രാമതുളസിയിൽ ഒരു. ഇത് അഗസ്ത്യ തുളസി. ഇത് മത്സ്യം മണക്കും. ഇത് നമ്മള് കണ്ണിമണം, ഭയങ്കര കണ്ണിമണമായിരിക്കും. ഇത് യൂക്കാലിന്റെ മണമല്ല തുളസി. ഇത് പച്ച മഞ്ഞളിന്റെ മണമല്ല തുളസി. ഇത് ജപ്പാൻ മിന്റ് എന്ന് പറയുന്ന തുളസിയാണ്. ഇത് ചെറുനാരങ്ങന്റെ മണമല്ല തുളസി. ഇത് കൊട്ടൻ ചുക്കാതി എണ്ണ, വയസ്സായ ആൾക്കാർ മണക്കും. തേലത്തിന്റെ മണമല്ല തുളസി. ഇത് ഫ്ലമ്മിന്റെ മണമല്ല തുളസി. ഇത് അഗ്നിപത്രി എന്ന് പറയുന്ന തുളസിയാണ്. ഇതിന്റെ പച്ചയില തിരിച്ചിട്ട് വിളക്ക് തിരിക്കുവാനും കത്തിക്കാൻ പറ്റുന്ന തുളസിയാണ്. ഇത് രാമതുളസിന്റെ ജീരക തുളസി എന്ന് പറയുന്ന തുളസിയാണ്. ജീരകത്തിന്റെ മണമല്ല പൂച്ചമീച്ച എന്ന് പറയുന്ന. ഈ പറയുന്ന തുളസികൾക്കൊക്കെ ഓരോന്നിന്റെ മണമുണ്ടെന്ന് ഷിംജിത്ത് പറയുന്നത് ഞങ്ങളൊക്കെ മണത്ത് നോക്കിയ ഷിംജിത്ത് പറയുന്ന അതേ മണം തന്നെയാണ് ഇതിനൊക്കെ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി. നക്ഷത്ര വൃക്ഷങ്ങളുടെ പരിക്രമത്തിലെ പേര് പറഞ്ഞു. ഇത് തന്നെ അശ്വതി, കാഞ്ഞരം, ഭരണി, നെല്ലി, കാർത്തികാത്തി, രോഹിണി, ഞാവല്, മകരം, കരിങ്ങാലി, തിരുവാതിര, കരിമരം. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ മരം സംരക്ഷിക്കേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിനെ പരിപാലിക്കുന്നത് ഓരോ നക്ഷത്രക്കാരും ഓരോ മരങ്ങളെ പരിപാലിക്കുന്നത് അത് നന്നായിരിക്കും. അതിനു വേണ്ടിയിട്ടാണ്. എങ്ങനെയായാലും ഏതെങ്കിലും ഒരു വീട്ടിലൊരു അതെ ഓരോ നക്ഷത്രം എത്ര ആളായില്ലെന്ന് വിചാരിച്ചാൽ അങ്ങനെയല്ലേ. പുണർദം മുള, അതെ ആ മുള. പൂയം അരയാല്, ആയില്യം നാങ്ക് അഥവാ നാഗപ്പൂ എന്ന് പറയും. മകം പേരാല്, പൂരം പ്ലാഷ് അഥവാ ചമത. നമ്മള് ചമതന്റെ പ്രത്യേകത അടിയെല്ലാം ചുടാൻ ഉപയോഗിക്കുന്ന, അരണി കടഞ്ഞ് തീണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇതിന്റെ ഇതാണ്. പണ്ട് കാലത്ത് അരണി കടഞ്ഞിട്ടാണ് തീണ്ടാക്കുക യാഗത്തിനെല്ലാം. ഇതിന്റെ കമ്പ് ഇതിന്റെ അകത്താണ് അരണി കടഞ്ഞ് തീണ്ടാക്കുക. അതിനും കൂടി ഉപയോഗിച്ച ഒരു സാധനം കൂടിയാണ്. ഉത്രം, ഇത്തി, അത്തി, ഇത്തി, പേരാൽ, അരയാള്. ഈ 4 മരങ്ങളാണ് നാൽപ്പാമരം. നാൽപ്പാമരത്തോലെല്ലാം വരുന്ന ഈ 4 മരങ്ങളും ഈ നക്ഷത്ര വൃക്ഷങ്ങളിൽ വരുന്നുണ്ട്. അത്തം, അമ്പായം, ചിത്തിര, കൂവളം, ചോതി, നീർമരുത്, വിശാഖം, വയ്യങ്കത എന്ന് പറയും. അനിരം, ഇലഞ്ഞി, തൃക്കേട്ട, വെട്ടി, മൂലം, വെള്ളപ്പൈന്. വെള്ളപ്പൈന് അഥവാ വെളുത്ത കൊണ്ടിരിക്കുന്ന പൈനിന്റെ കറിയാണ് ചില ആൾ പുകയ്ക്കാൻ ഉപയോഗിക്കുന്നത്. അതിന്റെ പൂരാടം, വഞ്ചി,
ഉത്രാടം, പ്ലാവ്, തിരുവോണ എരിക്ക് അല്ലേ? എരിക്ക്, തിരുവോണം എരിക്ക്, അവിട്ടം, വന്നി മരത്തിനും മുള്ളിലെ മരമാണ്. ചതയം കടമ്പ്, പുരട്ടാതി മാവ്, ഉത്രട്ടാതി കരിമ്പന, ദേവതി, ഇലുപ്പ, എല്ലാം ഔഷധ ഗുണമുള്ള മരം കൂടിയാണ്. ഇതാണ് നക്ഷത്ര മരങ്ങൾ അറിയപ്പെടുന്നത് അല്ലേ? ഓക്കെ. അതാണ് വെളുത്ത കുന്തിരിക്കം. കുന്തിരിക്കത്തിൽ 3 ടൈപ്പ് കുന്തിരിക്കാണ് ഉള്ളത്. വെള്ള കുന്തിരിക്കം, ചോന്ന കുന്തിരിക്കം, കറുത്ത കുന്തിരിക്കം. അപ്പുറം കാണുന്ന അതാണ് ചോന്ന കുന്തിരിക്കം. ഇത് മുഞ്ഞല്, ഇതാണ് ചെമ്പരത്തി മുഞ്ഞ എന്ന് പറയും. ഇതിന്റെ മണം, ഓരോന്റെ മണങ്ങൾ മാറ്റായിരിക്കും. അത് ചെമ്പരത്തി മുഞ്ഞ, ഇത് കുടമുഞ്ഞ, ഇത് വള്ളി മുഞ്ഞ. ഇത് കൊറോണയെല്ലാം വന്നിട്ട് മണമില്ലാത്ത ടൈമിന് ഇത് മണപ്പിച്ചു കഴിഞ്ഞാൽ ആ ടൈമിന് മണം കിട്ടിയിരുന്നു. അങ്ങനെയുള്ളൊരു ചെടിയാണ്. മുകളിൽ കാണുന്നതാണ് ബാലമുഞ്ഞ. അതിന്റെ അപ്പുറം കാണുന്നത് സാധാരണ മുഞ്ഞ. ആ മുഞ്ഞയാണ് ദശമൂലത്തിൽ വരുന്ന സാധനം. അതുപോലെ എന്ന് പറഞ്ഞാൽ പണ്ട് ചക്കയിൽ ഇത് വറുത്തിടാൻ ഉപയോഗിക്കും. അതുപോലെ മിക്സറിലെല്ലാം വരുന്നത് ആ മുഞ്ഞയാണ്. എത്ര തരം മുഞ്ഞയുണ്ട്? മുഞ്ഞല് ഇപ്പം എന്ന് പറഞ്ഞാല് 6 തരം മുഞ്ഞ. പിന്നെ ഒന്ന് കോയി മുഞ്ഞ എന്ന് പറഞ്ഞിട്ട് അപ്പുറമുണ്ട്. അത് എന്ന് പറഞ്ഞാൽ മൂട്ടേനെ മണക്കും, പൽസിന് ഉപയോഗിക്കുന്നതാണ്. ഈ കാണുന്നതാണ് വാഗമരം. വാഗപ്പൊടിയില്ലേ, വാഗപ്പൊടി തേച്ച് കുളിക്കാനെല്ലാം ഉപയോഗിക്കുന്ന ഈ മരത്തിന്റെ ആണ്. ഇതാണ് താനി മരം. താനിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാല് പിന്നെ ഇതിനോട് പോയിട്ട് സങ്കടം പറയും ചേറ് പൊള്ളിക്കഴിഞ്ഞാല്. എന്താ പറയണ്ടെന്ന് പറഞ്ഞാല് താനിയമ്മാമ ചേറമ്മാമൻ പൊള്ളിച്ചു എന്ന് പറഞ്ഞിട്ട് 3 ചുറ്റും പോലും. അത് പണ്ട് കാലത്ത് പറയുന്ന കേട്ടെന്ന് അന്നേരം എന്ന് പറഞ്ഞാല് ഒരു ഉടുതുണി പോലും ഉണ്ടാറുന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അതിന്റെ നമ്മളെ മേക്കിലെ ഫുള്ള് പോവും. അതുപോലെ ഇതിന്റെ തോല് വെള്ളം വെച്ച് കുളിച്ചു കഴിഞ്ഞാലും ചെറുപൊള്ളി അത് മാറിക്കിട്ടും. അങ്ങനെയുള്ള ഒരു ഇത് കൂടിയാണ്. അതുപോലെ ത്രിപുല ചൂർണം, അതിൽ പെടുന്ന സാധനങ്ങളാണ് താനി, നെല്ലിക്ക, കടുക്ക. ഈ 3ന്റെയും ഇതാണ് ചൂർണായിട്ട് കിട്ടുന്നത്. അങ്ങനെയുള്ള ഇതാണ് നെല്ലി. ആ കാണുന്നത് ചെറിയ നെല്ലിക്കയായിരിക്കും. അതുപോലെ ആ നെല്ലി, അതുപോലെ കടുക്കന്റെ മരം തായുണ്ട്. ഇങ്ങനെ 3ന്റെയാണ് ത്രിപുല ചൂർണം. അത് ശരി. ഇതാണ് കരുവ എന്ന് പറയും. കരുവ ഊതി എന്ന് പറയുന്ന മരമാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ തോല് ചതച്ചിട്ട് എന്ത് പണിയെടുക്കുന്നു, മുട്ടേന്റെ വെള്ളയില് അടിച്ചു കലക്കും. എന്നിട്ട് അത് പത്തിയുടെ ഉള്ളിൽ കഴിക്കുകയും ചെയ്താല് എല്ലിന്റെ പ്രശ്നങ്ങളും മാറിക്കിട്ടും. പണ്ട് കാലത്ത് അങ്ങനെ ഉപയോഗിച്ച ഒരു സാധനം കൂടിയാണ് ഇത്. ഇതാണ് കാഞ്ഞരം. കാഞ്ഞരത്തിൽ 3 തരം കാഞ്ഞരാണ്. ഒന്ന് വള്ളിയായിട്ട് പോകുന്ന കാഞ്ഞരം, ഒന്ന് മീനാറി കാഞ്ഞരം, ഇത് സാധാരണ കാഞ്ഞരം. 40ഓളം ഔഷധ ഗുണമുള്ള ഒരു ചെടി കൂടിയാണ് കാഞ്ഞരം. ഇതാണ് കറവേങ്ങ എന്ന് പറയും. ഇതിനെ കൊത്തിക്കഴിഞ്ഞാല് മനുഷ്യനെ കൊത്തിയ പോലെയാണ്, ചോര വരുന്ന പോലെ വരും. അതെ, അത് എന്ന് പറഞ്ഞാല് കറവത്തിട്ട് കാണിച്ചു കൊടുത്തിട്ടാണ് കുട്ടികൾ വന്നു കഴിഞ്ഞാല്. ഇതിന്റെ പ്രത്യേകത ഇതിന്റെ കാതലിനെ കൊണ്ട് ഗ്ലാസ് ഉണ്ടാക്കും. കാതലിനെ കൊണ്ട് എന്നിട്ട് അതിൽ വെള്ളം പാർന്ന് വെച്ചിട്ട് വൈകിട്ട് പാർന്നൊക്കെ എന്റെ രാവിലെ എടുത്ത് കുടിക്കുക. അത് കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ മാറിക്കിട്ടും എന്നാ പറയുന്നത്. അങ്ങനെയുള്ള ഒരു ചെടി കൂടിയാണ്. ഗ്ലാസ് ഉണ്ടാക്കും. ഇതിന് വെള്ളം തട്ടുമ്പോ തന്നെ ഇതിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കറിയായിട്ട് വരും. ആ കറ ഒരു നല്ല നമ്മളിപ്പോ ഇപ്പോഴത്തെ എണ്ണേന്റെ കളറല്ലേ, ആ രൂപത്തിലാണ് അത് വരിക. അങ്ങനെയുള്ള ഒരു മരം കൂടിയാണ്. അതാണ് ദന്തപ്പാല. ദന്തപ്പാല ചെറിയ ഈ ത്വക്ക് രോഗങ്ങൾക്കും സോറിയാസിസ് പോലുള്ള അതിന്റെ ഇല എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാല് വെളിച്ചെണ്ണയിൽ ഇട്ട് വെക്കും 7 ദിവസം. എന്നിട്ട് അത് വേല് കൊള്ളിക്കും. വെളിച്ചെണ്ണയിൽ ഇട്ടേച്ച് വെളിച്ചെണ്ണ ചോന്ന കളറാവും. അതാണ് ഇങ്ങനെയുള്ള രോഗങ്ങൾക്കെല്ലാം തേക്കുകയാണ്. പുന്നമരം, ആ വലിയ ഇല കാണുന്നത് വാഴയില പോലെ ഇല. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് കുരുമുളക് വള്ളി വേല് കൊള്ളുന്നതിന് ഇതിനെ കൊണ്ട് പൊതിയും. ഒരു 2 ഇലയെ വേണ്ടും ഇങ്ങനെ നിലത്തില്. അതുപോലെ ചില വള്ളി നട്ട് കഴിഞ്ഞാല് വേല് കൊള്ള. അതുപോലെ എന്ത് വേണം, ചില സ്ഥലത്ത് പന്തലിടാൻ നമ്മളിപ്പം ചെറിയ കുടിലെല്ലാം എടുക്കുന്നുണ്ട് കാട്ടിൽ നിന്ന്. ഇതിന്റെ ഇലകള് നമ്മൾ ഓലയെല്ലാം ഇടുന്നതിന് പകരം ഇതിന്റെ ഇലകൾ ഇടാം. പന്തലിന്റെ മുകളില് വേല് കൊള്ളാണ്ടെടുക്കാൻ നല്ല ഉപയോഗിക്കുന്ന ഒരു സാധനം കൂടിയാണ്. പുന്നല് ചെറുപുന്നുണ്ട്, അതുപോലെ ഇത് വലിയ പുന്ന. കാണുന്നതാണ് കുറ്റിപ്പാണൽ. പാണലില് 3 ടൈപ്പ് പാണൽ: കുറ്റിപ്പാണൽ, നറുംപാണൽ, സാധാരണ പാണൽ. അതിന്റെ അകത്ത് കുറ്റിപ്പാണൽ എന്ന് പറയുന്ന ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു ചെടി കൂടിയാണ്. ഇതെല്ലാം കരിമഞ്ഞളാണ്. മഞ്ഞളിന്റെ ഇത് ഓരോ മഞ്ഞളിന്റെ വെറൈറ്റി മഞ്ഞളിന്റെ കൃഷികളാണ്. ഞാനൊന്ന് പറിച്ച് കാണിച്ചു തരാം. അതിന്റെ ഇതാണ് കരിമഞ്ഞള്. കരിമഞ്ഞളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് കരിമഞ്ഞൾ 22 ടൈപ്പ് കരിമഞ്ഞളാണ് നമ്മളെ അടുത്തില്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ചില മുഖത്ത് കലകൾ പോകാൻ ഇതെന്ത് എടുക്കുന്ന പറഞ്ഞാല് തേനിൽ ചായച്ച് പറ്റി കഴിഞ്ഞാൽ ഏത് കലകളും മാറിക്കിട്ടും. ഇതിന്റെ എല്ലാം പൊടികൾ നമ്മൾ ഇവിടുന്ന് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇത് പൊടിക്ക് കിലോന് 5000 രൂപ വരും. ഔഷധ സസ്യങ്ങളിൽ ചിലത് മാത്രമേ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഷിംജിത്തിന്റെ ഔഷധത്തോട്ടത്തിൽ ഒരുപാട് ഔഷധ സസ്യങ്ങൾ ഇനിയുമുണ്ട്. പ്രിയ ശ്രോതാക്കളെ, ഷിംജിത്തിന്റെ മറ്റു കൃഷികളെ കുറിച്ച് നാളെ വൈകുന്നേരം 6:50 കിസാൻ വാണിയിൽ തുടർന്നു കേൾക്കാം. ഇന്നത്തെ ഹരിതവീഥി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം H. വിനോദ് ബാബു. കൂടെ
സീഷ മാനു.